ഗായ്സ്, ഇന്നൊരു തനി നാടൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ വറുത്തരച്ചത്. അപ്പോ എങ്ങനെയാ നോക്കിയാലോ. ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ആൻഡ് കാശ്മീരി ചില്ലി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പൊടികളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ആവാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഒരു 7 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും ചതച്ചതാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. എരിവിന് വേണ്ടി 3 പച്ചമുളക് കീറിയത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ വെയിറ്റ് ചെയ്യാം. അതാകുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇത് 1 മുറി തേങ്ങ ചിരകിയതാണ്. അത് ഒരു നല്ല കട്ടിയുള്ള ഒരു പാനിൽ ചെറുതീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിലോട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ പൊടികളൊക്കെ ആഡ് ചെയ്യാവൂ. നേരത്തെ ആഡ് ചെയ്താൽ നമുക്ക് അരയ്ക്കുമ്പോൾ ആ ഡാർക്ക് ബ്രൗൺ കളർ കിട്ടില്ല. അപ്പോൾ നല്ല ക്ഷമ വേണം. ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കുറച്ച് പെരിഞ്ജീരകം, 2-3 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, വേപ്പില, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ. ഇപ്പം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. സവാളയും വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. വെച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ചിക്കനൊക്കെ നല്ലതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് തീ ആകുന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വേണമെങ്കിൽ 1 കപ്പ് വെള്ളവും ഒഴിക്കും. ഞാൻ നന്നായി തണുത്തു. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ആദ്യം ചേർക്കരുത്. തുടക്കത്തിൽ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുക. ഇനി അരയുന്നില്ലെങ്കിൽ 1 സ്പൂൺ വെള്ളം, 1-2 സ്പൂൺ വെള്ളം കുറച്ച് അവസാനം ആഡ് ചെയ്യാവുന്നതാണ്. ബട്ട് കഴിയുന്നതും വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാൻ നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറുമുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ മിക്സി ജാർ കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ എല്ലായിടത്തും കറിയിൽ മിക്സ് ചെയ്തിട്ട് കറി നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഞാൻ കറി എല്ലായിടത്തും അതിൻ്റെ അരപ്പ് മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലൊരു തിളയും വന്നു തുടങ്ങി. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും പിന്നീട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെരിഫൈ ചെയ്യാം. ചിക്കൻ വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി,
ഗീ റൈസ്, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചിക്കൻ വറുത്തരച്ചത്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until then, bye bye and thank you for watching.